ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ പുതിയ ഉത്തരവ് പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. NSSന് അനുകൂലമായ കോടതി ഉത്തരവ് എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയത്. ഇക്കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഭിന്നശേഷി നിയമനവും അധ്യാപകരുടെ അപ്രൂവലും 1996 ഭിന്നശേഷി നിയമപ്രകാരം 3% സംവരണവും 2017 അത് 4% നിശ്ചയിച്ചിരുന്നു. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടായി. 2022 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 1996 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ഇത് നടപ്പിലാക്കുവാൻ ഉത്തരവിട്ടു. ഇത് നിലവിലുള്ള ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനത്തെ ബാധിക്കുമെന്നതിനാൽ സർക്കാർ അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ച് വിധി വന്നതോടെ 2021 ശേഷം നിയമിതരായവർക്ക് ദിവസവേതനം മാത്രമായി ശമ്പളം ചുരുങ്ങി. എന്നാൽ NSS നൽകിയ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നശേഷി തസ്തികകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ നൽകുവാൻ ഉത്തരവിട്ടു. ഈ വിധിനായ മറ്റ് സമാന മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാമോ എന്ന് നിയമോപദേശം അന്ന് തേടിയെങ്കിലും അനുകൂലമായ ഉപദേശമല്ല ലഭിച്ചത്. ഈ വിധി എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കുവാൻ സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. എന്നാൽ കേസ് ഏപ്രിൽ മാസം 14 വീണ്ടും മാറ്റുകയാണ് ഉണ്ടായത്.